നന്നായിട്ട് ഉറക്കം. അയ്യോ ഭയങ്കര മഴ. അയ്യോ കരിമ്പൂതത്തെ കാണി കണ്ണടി ചെന്ന് നോക്കടാ. സ്വന്തം നല്ല നീ ഇതും ഇതിൽ അപ്പുറവും പറയോടാ. കുരുത്തം കെട്ടവനെ. വെറുതെ അല്ല നീ നന്നാവാത്തത്. എന്റെ ജാനി തള്ളേ, നന്നാവണെങ്കിലേ വലിയ ഹോർലിക്സോ ആട്ടുംബ്രാത്തോ വല്ല ബൂസ്റ്ററോ മേടിച്ചിട്ട് എന്നാലേ നന്നാവുള്ളൂ. നിനക്കല്ലേ ഞാൻ വാങ്ങി തരാടാ. നിന്റെ പ്രായത്തുള്ള ഒരു പെണ്ണും കെട്ടി കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്നടാ. നീ ഇനി എന്താണ് നന്നാകണത്? ആ സന്തോഷായി. കാലത്ത് തന്നെ അമ്മയുടെ നാവോണ്ട് ഇത് കേക്കാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു അമ്മേ. സന്തോഷായി അമ്മേ. എന്താടാ? അല്ല, ഞാനൊരു പെണ്ണൊക്കെ കെട്ടി സുഖമായിട്ട് ഇങ്ങനെ കഴിയുമ്പോ ഉത്തരവാദിത്തത്തോടു കൂടി അമ്മേനൊക്കെ ഇങ്ങനെ നോക്കി എന്നിട്ട് വേണം ആ പെണ്ണിനും കൂടി ഞാൻ ചെലവിന് കൊടുക്കാൻ. സ്ത്രീധനക്കാശ് ബാക്കി കൊടുക്കാത്തതിന്റെ പേരില് നിന്റെ 3 പെങ്ങന്മാരെയാ അവരുടെ ഭർത്താക്കന്മാരെ ഇവിടെ ആക്കിയിട്ട് പോയേക്കണത്. ആ കാശിന്റെ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടായാൽ മാത്രമേ ഇനി അവർക്കൊരു ജീവിതം ഉള്ളൂ. എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, നീ ഒന്ന് സഹായിച്ചില്ലെങ്കിൽ വേണ്ട, പക്ഷെ ഉപദ്രവിക്കരുത്. ഈ ജാനകത്തുള്ള ഒരു കാര്യേ. അയ്യോ ദേ പാത്രക്കാരൻ, അല്ല പത്രക്കാരൻ. അയ്യോ എന്റെ ഭാഗ്യം. ഹലോ കുട്ടപ്പ. കുട്ടപ്പ ഒന്ന് നിന്നടാ. അയ്യോ എന്താ? ആ പത്രം ഇങ്ങോട്ടേ, ഈ ലോട്ടറി നോക്കാനാ. രാവിലെ തന്നെ മനുഷ്യനെ മെനക്കെടുത്താൽ. അങ്ങനെ ഈ പ്രാവശ്യത്തെ ഭാഗ്യം പോയി. പ്രേമിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. 4 കാശിന് വകയില്ലാത്ത നിനക്ക് എന്ത് യോഗ്യത ഉണ്ടാ എന്റെ മോളെ പ്രേമിക്കാൻ? പ്രേമം ആർക്ക് വേണോട് തന്നെ ദാരിദ്ര്യ പ്രേമം. പ്രേമിക്കാൻ പറ്റിയ ജോഡിനെ കിട്ടാൻ വല്ല എത്തിയപ്പേലോ സോമാലിയയിലോ പോടോ. നിനക്കെല്ലാം വാങ്ങി തരാടാ. നിന്റെ പ്രായത്തിലുള്ള ഒരു പെണ്ണും കെട്ടി മക്കളുമായ സുഖമായിട്ട് ജീവിക്കുന്നു. നീ എന്നാണ് ഇനി നന്നാകണത്? എനിക്കൊരു കോടി രൂപ ലോട്ടറി അടിച്ചേ. അടിച്ചത് കാര്യമില്ല പറഞ്ഞത്. എനിക്കൊരു കോടി രൂപ ലോട്ടറി അടിച്ചെന്ന്. ഇത് നോക്ക്. 1 കോടി രൂപയോ? ശരിയാണോ ചേട്ടാ? അതേന്നേ, 1 കോടി രൂപ ലോട്ടറി അടിച്ച ഭാഗ്യമാരാണ് നമ്മളിപ്പോ. മോനെ ശരിയാണോടാ? ഈ 1 കോടി രൂപ നമുക്ക് എപ്പോ കിട്ടും? സർക്കാർ ലോട്ടറി അല്ലമ്മേ, ചിലപ്പോ ദിവസങ്ങൾ എടുക്കും. ഖജനാവ് കാലിയായതുകൊണ്ട് ചിലപ്പോ മാസങ്ങൾ വരെ എടുക്കമ്മേ. 1 കോടി എന്ന് പറഞ്ഞാൽ എത്രയാ മോനെ? പതക്കെ പറഞ്ഞ നാട്ടുകാർ വെക്കും. 100 ലക്ഷം അമ്മേ. അമ്മേ എന്താ പറ്റിയേ? അയ്യോ അമ്മേ. അപ്പൊ അറിഞ്ഞില്ല നിങ്ങളൊന്നും? എന്താ പരമനായരെ? 1 കോടി രൂപ ലോട്ടറി അടിച്ചു. ആർക്ക്? മരിച്ചുപോയ ആ ഭാർഗവന്റെ മകനില്ലേ, ഗോപാലകൃഷ്ണൻ. അവനാ ആ ഭാഗ്യവാൻ. എടോ പൈസ തന്നിട്ട് വേണോ? അത് പറ്റില്ല. എല്ലാരും ഇങ്ങനെ പറ്റി നമ്മളെ ഒരു കര പറ്റിക്കാലെന്നാ തോന്നുന്നത്. അല്ല പരമനാരെ, ഈ ഗോപാലിന് എന്താ ഈ പണി? വായില് നോട്ടവും പുറകെ നടക്കലും, അല്ലാതെ എന്താ പണി? ഇത്രയും കാശ് അവന് എന്ത് ചെയ്യും? ദൈവത്തിന്റെ ഒരു കളിയേ. അവനെപ്പോലൊരു ഗജപോക്കിരിക്ക 1 കോടി രൂപ. ഈ ഭക്തനോ ഒന്നുമില്ല. സ്വാമി, അതിന് പരമനായര് ലോട്ടറി എടുക്കാറില്ലല്ലോ. ലോട്ടറി എടുക്കാറില്ലെങ്കിൽ എന്താ, അടിച്ച ലോട്ടറി വഴി കിടന്ന് കിട്ടിയാലും പോരെ. ആ ശരിക്കും പ്രാർത്ഥിച്ചോ, ചിലപ്പോ കിട്ടും. സ്വാമി ശരണം. ഇവന്റെ നാക്ക് പൊന്നാകട്ടെ. അമ്മേ ദേവി കാത്തുരക്ഷിക്കണേ. അങ്ങനെ ഗോപാലകൃഷ്ണൻ ഒരു തെറ്റും കൂടി ചെയ്യാൻ പോവാണ്. ജീവിക്കാൻ വേറെ മാർഗമില്ലാത്തോണ്ടാണ്. ദൈവമേ കാത്തുരക്ഷിക്കണേ. എല്ലാ കള്ളത്തരത്തിനും കൂട്ടി നിൽക്കണേ. ആരുമില്ല, ഇവിടെ തന്നെ ഇരിക്കാം.
ഓക്കെ 2 4 6 ചോറ് മറ്റാണ് കുഴപ്പമില്ല. പോകണത് ദൂരെ. ഭഗവാനെ കാത്തുകൊള്ളണേ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ പോയിട്ട് വന്നിട്ട് കാണാം. ഓക്കെ. അല്ല ചേച്ചി, ഞാനൊരു ഫോട്ടോ എടുത്തല്ല, ഫോട്ടോസ്റ്റാറ്റിന്റെ കട അല്ലേ? അല്ല. ഗോപാലിനെ ഇതുവരെ കണ്ടില്ലല്ലോ. രാവിലെ പോയതല്ലേ? അമ്മയ്ക്കെന്താ ഇന്ന് പതിവില്ലാതൊരു ആവലാതെ? ഇനി അവനെങ്ങനെ കാശ് കൊണ്ടുവരാൻ പോയതാണോ? 100 കോടി എന്നൊക്കെ പറഞ്ഞാ ഒരു പെട്ടി കൊള്ളൂ? 100 കോടിയല്ല അമ്മേ, 1 കോടിയാ. എത്ര കോടിയായാലും എന്താ, കാശ് കാശല്ലേ. അത് കിട്ടിയിട്ട് വേണം ഈ പെരയൊക്കെ ഒന്ന് പൊളിച്ചൊരു കൊട്ടാരം പണിയാൻ. കൊട്ടാരം കോഴിക്കോടൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. എത്ര നാളെന്നറിയോ ഞങ്ങൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? നിങ്ങളുടെ കെട്ടിയന്മാരെ ചൊവ്വായിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടി വരുമോ? എന്തിനാ അവരെ പറയുന്നേ? ശ്രീധനത്തിന്റെ ബാക്കി കൊടുക്കാനുള്ളത് കൊടുത്തില്ലല്ലോ, അതുകൊണ്ടല്ലേ? അല്ല, ഇത് ആരൊക്കെയാ? ഇത് നിങ്ങളുടെ ഭർത്താക്കന്മാരല്ലേ? ഇനി ഈ പടി കയറില്ലാന്ന് പറഞ്ഞ് പോയിട്ട് എനിക്ക് സുശീലില്ലാതെ ജീവിക്കാൻ പറ്റില്ല അമ്മേ. അമ്മ എന്നോട് ക്ഷമിക്കണം. ഞങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അമ്മേ. നിങ്ങൾ ക്ഷമ ചോദിക്കേണ്ടത് എന്നോടല്ല, നിങ്ങളുടെ ഭാര്യമാരോടാ. എന്താണെന്ന് വെച്ചാ അവര് പറയട്ടെ. ഞങ്ങൾക്കൊരു വിരോധമില്ല. ആ, എന്നാ അകത്തേക്ക് വാ മക്കളെ. ആ, ഞാൻ പറഞ്ഞു വന്നു, 62-ലെ വാറാണ് യഥാർത്ഥ വാർ. സിയാച്ചിൻ മേഖലയിലെ ഒരു മരയിടുക്ക് പ്രദേശം. മഞ്ഞെന്ന് പറഞ്ഞാ അതാണ് യഥാർത്ഥ മഞ്ഞ്. ശത്രു സൈന്യത്തിന്റെ കയ്യില് 10 ടാങ്കർ, നമ്മുടെ കയ്യിലോ വെറും 1 ടാങ്കർ. എല്ലാരും മരിച്ചു, ഞാൻ മാത്രം ബാക്കി. പപ്പഞ്ഞേട്ടാ, ഞാൻ പോട്ടെ, നമുക്ക് പിന്നെ കാണാം. ഇപ്പൊ പറയേണ്ട കാര്യം ഇപ്പൊ തന്നെ പറയണം. പിന്നത്തേക്കാക്കിയോ ഒട്ടും ശരിയാവില്ല. ഇത് വലിയ കുഴപ്പമില്ല. ആ, നമ്മളെന്താ പറഞ്ഞു വന്നത്? ഓ, എല്ലാവരും മരിച്ചു, ഞാൻ മാത്രം ബാക്കിയായി. ആ കൂട്ടത്തിൽ എന്നോട് കൊല്ലി. ഞാൻ പോട്ടെ. എങ്ങനെ കാര്യം ചെയ്യാം, ഞാൻ കാശ്മീർ താഴ്വരയിൽ 25 തീവ്രവാദികളുമായിട്ട് ഏറ്റുമുട്ടിയ കഥ പറയാം. ഇത് കുഴപ്പമില്ല. എടോ ഭാഗ്യം ഭാസ്കരോ, തന്നെ ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. തന്റെ കയ്യിൽ നിന്ന് എടുക്കുന്ന ലോട്ടറി ടിക്കറ്റ് ഒരിക്കലും അടിക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് കൊടുക്കാൻ തന്റെ കയ്യിൽ നിന്ന് എടുത്തവൻ അടിച്ചത് ബമ്പറല്ലേടോ, സാക്ഷാൽ 1 കോടി. എന്റെ വക ഒരു സ്പെഷ്യൽ ചായ തനിക്കൊണ്ടിന്ന്. എടോ നായരെ, താൻ എന്തീ പറയണ്? അപ്പോ തന്റെ കയ്യിൽ നിന്നല്ലേ ആ മരിച്ചുപോയ ഭാർഗവന്റെ മകൻ കോവാലൻ ടിക്കറ്റ് എടുത്തത്? അവൻ എന്റെ കയ്യിൽ നിന്ന് 1 ടിക്കറ്റ് പോലും എടുത്തിട്ടില്ല. സ്വാമി ശരണം. എന്തായാലും അവന് ലോട്ടറി അടിച്ചിട്ടുണ്ട്. 1 കോടി രൂപ. 1 കോടി രൂപയെ താൻ ആ ടിക്കറ്റ് കണ്ട? ഇല്ല. ആ, ദേ കോവാലൻ വരുന്നുണ്ട്. എടോ പരമനാരെ, തനിക്ക് എത്ര കാശ് തരണ്ട്? വേഗം പറ. കാര്യം എനിക്ക് വേണ്ട, ചായ കുടിച്ചിട്ട് വാ. അപ്പൊ തരാനുള്ള കാശൊക്കെ അവിടെ നിൽക്കട്ടെ. കാശ് വരും പോകും, കാശല്ലല്ലോ വലുത്. ഭാസ്കരട്ടോ, ഇത് നോക്കിയാൻ. ഇത് ഫോട്ടോസ്റ്റാറ്റ് ആണല്ലോ. തൽക്കാലം ഫോട്ടോസ്റ്റാറ്റ് ഉണ്ടാ മതി. ഒറിജിനൽ ഞാൻ ബാങ്കിൽ കാണിച്ചോളാം. ഒറിജിനൽ ഇവിടെ കാണിച്ചില്ലേ നാട്ടുകാർ തല കാണിക്കില്ല, മനസ്സിലായോ? അതുകൊണ്ട് തൽക്കാലം ഇത് കണ്ടാ മതി. അത് വരും, ശരിയാ. ഞാൻ പോട്ടെ. മോനെ ചായ കുടിച്ചിട്ട് വാ. അയ്യോ, ചായ കുടിക്കാൻ ഒട്ടും സമയമില്ല. വേണമെങ്കിൽ 1 ഗ്ലാസ് പാല് കുടിക്കാം, അത് വന്നിട്ടാവും. ഓട്ടെ. ഇനി അവൻ പാല് മാത്രമേ കുടിക്കത്തുള്ളൂ. ഇന്നലെ വരെ കട്ടൻ ചായ മാത്രം കുടിക്കോനാ. അവന്റെ ഒരു യോഗം. സ്വാമി ശരണം. എന്റെ കയ്യിലിരിക്കണ ഒറ്റ ടിക്കറ്റ് പോലെ അടിക്കുന്നില്ലേ ഈശ്വരാ. 1 ബോംബ്, 2 ബോംബ്, 3 ബോംബ്, ഞാൻ 3ഉം കൂടി അങ്ങ് ഇട്ടു. ബാക്കിയുള്ളതിന്റെ തലയിലിട്.
ഗോപാലകൃഷ്ണൻ, ഹാ, അതിന് നിനക്കെന്നാടാ? അപ്പൊ ചേട്ടനൊന്നും അറിഞ്ഞില്ലേ? എന്താടാ? അവനൊരു 1 കോടി രൂപ ഒറ്റ അടിച്ചുണ്ടെങ്കിൽ 1 കോടി രൂപയോ? ആ. സത്യമാണോടാ? നിന്നോട് ആരാ പറഞ്ഞേ? പഴമനായി അങ്ങോട്ടറിയാത്ത വലിയ കാര്യമുണ്ട് ഈ നാട്ടില്. ഹലോ, നമസ്കാരം. ആ. അയ്യോ, അയ്യോ. ഗോപാലകൃഷ്ണ, നില്ലടാ അവിടെ. നിക്കൂല. എന്റെ അമ്മേ. നില്ലടാ അവിടെ. നിക്കൂല. അയ്യോ, എന്നെ വെടിവെച്ച് കൊല്ലാൻ പോണേ. അയ്യോ. നില്ലടാ അവിടെ. എന്റെ അമ്മാവ ജീവനെ മാർഗ്ഗം വെടിവെച്ച് കൊല്ലും. എന്റെ ദൈവമേ. എടാ, കാട്ടാനെ, ഓടി വന്നേ. നില്ലടാ അവിടെ. അയ്യോ. എടാ, അവിടെ നിൽക്കാൻ. നിക്കടാ അവിടെ. ഇല്ലെങ്കിൽ ഞാൻ വെടിവെക്കും. നിക്കണം. ഗോപാലകൃഷ്ണ. അയ്യോ, എന്റെ അമ്മോ. അയ്യോ, അയ്യോ. അയ്യോ, ഭാഗ്യമാണല്ലോ ഈശ്വര കൈവിട്ടു പോയത്. സംസാരിച്ച് നിൽക്കാൻ ഒരാളുണ്ടായിരുന്നു, അതും പോയി. കാലമടം പോയിന്നുണ്ട്. അയ്യോ, രക്ഷപ്പെട്ടു. അയ്യോ, എന്നെ ഒന്ന് ചെയ്തേട്ടാ. അന്നത്തെ സംഭവത്തിന് ശേഷം ചേട്ടന്റെ മകളുടെ 7 അയലക്കത്ത് പോലെ ഞാൻ വരാറില്ല. എന്നെ വിശ്വസിക്കണം, സത്യമാണ് ചേട്ടാ. എടാ, നിനക്ക് 1 കോടി രൂപ ലോട്ടറി അടിച്ച സത്യമാണോ? സത്യമാണ് ചേട്ടാ. പക്ഷെ ചേട്ടൻ എന്നെ അടിക്കാണ്ടിരുന്നാ മതി. നിന്നെ ഞാൻ അടിക്കാനോ? നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. പിന്നെ എന്തിനാണ് ചേട്ടൻ ഈ ഒലക്കൊണ്ട് എന്നെ ഓടിച്ചത്? നിന്നോട് സോറി പറയാൻ. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത് ആത്മാർത്ഥമായി ഞാൻ സോറി പറയുന്നു. ഐ ആം റിയലി സോറി. ഇനി മേലാൽ എന്റെ മോളുടെ പിറകെ നടന്ന് ശല്യം ചെയ്താൽ ഒന്നും കളയുന്നില്ല ഞാൻ. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. എനിക്ക് മനസ്സിലായി. എന്ത്? ലോട്ടറി അടിച്ച പണം എന്ത് ചെയ്യണമെന്നല്ലേ ഒരു ഐഡിയ കിട്ടുന്നില്ലേ? വാ മോനെ, നമുക്ക് വീട്ടിൽ പോയിരുന്ന് ആലോചിക്കാം. കൊല്ലാനാണാവോ? ആ, അന്നത്തെ സംഭവത്തിന് ശേഷം ഭയങ്കര കുറ്റബോധം കൊണ്ട് നിന്നോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞിരിക്കുക. അല്ല, ഞാൻ പിന്നെ വന്നാ പോരെ? മാപ്പ് പിന്നെ ചോദിക്കാം. അല്ലടാ, നീ അവിടെ വരെ വന്ന് അവളെ ഒന്ന് കണ്ട് ഒരാശ്വാസവാക്ക് കൊടുത്തിട്ട് പോ. ആശ്വാസം കിടക്കാൻ ഞാൻ ഓക്സിജനെ പണ്ടടങ്ങൻ. അപ്പോ ഞാൻ പോയി മീരമോളെ ഇങ്ങ് പറഞ്ഞു നിങ്ങൾ തമ്മിൽ സംസാരിച്ചിരിക്കും. നല്ല സ്നേഹമുള്ള ഒന്നുമില്ല. ദൈവമേ, സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം? ഇനി എന്റെ പുറകെ ഒന്ന് ശല്യം ചെയ്താലുണ്ടല്ലോ, ആർക്ക് വേണ്ടിയോട് തന്റെ പ്രേമം ചുമ്മാ പ്രേമിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഗോപുവേട്ടാ, ഏയ് ചായ എടുക്കൂ. എന്താ? ഒന്നുമില്ല. എനിക്ക് മനസ്സിലായി, സ്വപ്നാണോന്നല്ലേ? അച്ഛനും കൂടി എന്നെ കുറ്റപ്പെടുത്തിയപ്പോഴാണ് ഗോപേട്ടനോട് ചെയ്തത് വല്ലാത്ത തെറ്റാണെന്ന് ബോധ്യമായത്. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചാൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. കളി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി കളി. കഴിഞ്ഞതെല്ലാം ഗോപേട്ടൻ മറക്കണം. അച്ഛന്റെ മോള് തന്നെ. ഒരപ്പൻ, രണ്ടപ്പൻ, മൂന്നപ്പൻ. എന്റെ ദൈവമോ, ഈ പിശാചാളിയന്മാരെ കൊണ്ട് തോറ്റു. മനുഷ്യന് എവിടെയും തോരും തരില്ലല്ലേ? ഇത് ഇവിടെ ഇരിക്കട്ടെ. അളിയോ, അളീന് ഇവിടെ വന്നിരിക്കാണോ? അല്ലതാ, അളീനെ നോക്കി ഞങ്ങൾ എവിടെയൊക്കെ പോയി. അല്ല, രവിയുടെ പോയി. അളീനെ നോക്കി ആ കവല വരാൻ പോയതാ. ഇത് അളീന് മേടിച്ച ഡ്രസ്സാ.
അല്ല ഞങ്ങളൊരു കണക്കുണ്ടാക്കിയിട്ടുണ്ട്. എന്ത് കണക്ക്? 3 പേരും കൂടി ഒരു കണക്കേ. ആ ഞങ്ങൾക്ക് കിട്ടാനുള്ള പണത്തിന്റെ കണക്കാ. കണക്കായി പോയി. അല്ല എന്ത് കണക്കാണ്? അല്ല ഈ പണത്തിന്റെ കണക്കേ. ആ ഓ അതല്ല മറന്നപ്പോ. അത് അങ്ങോട്ട് നോക്കൂ, കണ്ടാ കണ്ണിലെന്താ മത്ത കുത്തിട്ടാണ്? അങ്ങോട്ട് നോക്കൂ, പിച്ച പിടിച്ച നെൽപ്പാടങ്ങളും കൂമ്പടഞ്ഞ വാഴത്തോട്ടങ്ങളും മണ്ടരി വായിച്ച തെങ്ങുകളും നമ്മുടെ മനസ്സിന് എത്രമാത്രം ആനന്ദം പകരുകയാണ്. അത് അങ്ങോട്ട് നോക്കൂ. ഇതിനു മുമ്പിൽ പണം വെറും പിണമാണ് അളിയന്മാരെ. വട്ടൻ അളിയന്മാര് പോ. അളിയാ നമ്മുടെ അളിയന് വട്ടായി പോയോ? അളിയനോടൊപ്പം അല്ല ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു പോട്ടല്ലോ. ആ ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞെന്ന് വേണേ പറയാം. അല്ല നിനക്ക് ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞിട്ടല്ലോ. ആ പണമൊക്കെ നീ എന്ത് ചെയ്യും? കുറച്ച് പൈസ കൊണ്ട് ഒരു ബംഗ്ലാവ് പണിയണം. ആ. പിന്നെ ഒരു സിനിമ പിടിക്കണം. സിനിമയോ? ആ ആരാ ഹീറോ? ഞങ്ങൾക്കൊരു റോള് തരില്ലേ? ഹീറോ ഞാൻ തന്നെയാണ്. ആ കേമായി പോയി. പിന്നെ നിങ്ങളുടെ റോളിന്റെ കാര്യം ഞാനൊന്ന് ആലോചിക്കട്ടെ. ഗോപാലിന് എന്റെ വണ്ടി എപ്പോ കേട്ടോ. എന്റെ വണ്ടി ചോദിക്കാൻ എന്ത് യോഗ്യത ഉണ്ടാ നിനക്ക്? പോടാ ഗോപാല നീ എന്താ ആലോചിക്കണം? ബൈക്ക് എനിക്കൊന്ന് വേണം. ആ ഞാൻ വൈകിട്ട് വരാം. ഓ മൈ ഗോഡ് സമയത്തിനായി. വൈദബായി എനിക്ക് അല്പം തിരക്കുണ്ട്. ഞാൻ പിടിക്കാൻ പോകുന്ന പടത്തിന്റെ ഡയറക്ടറുമായിട്ട് ചെറിയൊരു ഡിസ്കഷൻ ഉണ്ട്. ഓ അപ്പൊ പറഞ്ഞ പോലെ ഓക്കെ വന്നിട്ട് ഓക്കെ കാണാം. ഓ ഓ അവന്റെ ഒക്കെ ഒരു ഭാഗ്യം. സമയത്തിലായ തന്റെ അച്ഛനെ അന്വേഷിക്കില്ലേ? ഏയ് ഞാൻ ഗോപുവേട്ടന്റെ കൂടെ ഉള്ളത് അച്ഛൻ അറിയാം. എത്ര നേരം ചെലവഴിക്കാമോ അത്ര നേരം ഗോപുവേട്ടന്റെ കൂടെ ഉണ്ടാവണമെന്നാ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അച്ഛന്റെ സന്തോഷം നമ്മളായിട്ട് നശിപ്പിക്കണ്ട. നമുക്കൊരു ടൂർ പോയില്ലെന്താ? എവിടേക്കായാലും ഞാൻ റെഡി. ആ അച്ഛൻ മകൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള എല്ലാ ആഭരണങ്ങളെടുത്ത് നമ്മളൊരു ടൂർ പോകുന്നു. തൽക്കാലം എടുക്കാനുള്ള സാധനങ്ങളെടുത്ത് നമ്മൾ നീങ്ങുന്നു. പോകുന്ന വഴിയിൽ ഫോൺ ചെയ്ത് നിന്റെ അച്ഛനെ അറിയിക്കാം. നിന്റെ അച്ഛനൊരു സർപ്രൈസ് ആയിക്കോട്ടെ. എന്താ? ആ സ്വർണത്തോടൊപ്പം കുറച്ച് പൈസ കൂടി എടുത്തേക്ക്. കാരണം എന്റെ ലോട്ടറി പണം വരാൻ കുറച്ച് താമസിക്കും. അതിനെന്താ ഗോപുവേട്ടാ? എന്റെ അച്ഛന്റെ സ്വത്തല്ല എന്റെ സ്വത്തല്ലേ? എന്റേതെല്ലാം ഗോപുവേട്ടൻ്റെതല്ലേ? ആ അതാ എനിക്ക് ആകെ ഉള്ളൊരു ആശ്വാസം എന്ന് പറയാ. കേർക്ക്, സമയം കളയണ്ട. കേറ് കേറ്. ചേട്ടന്റെ ഒരു കാര്യം വേഗം ആവട്ടെ. ആ പിടിച്ചില്ല. ഇനി നാട്ടുകാരുടെ മുഖത്ത് ഞങ്ങൾ എങ്ങനെ നോക്കും? കാണുന്നവരൊക്കെ 1 കോടി രൂപ കാര്യം ചോദിക്കണേ. ഇതുപോലൊരു നാണക്കേട് ഇനി ഈ ജന്മത്ത് വരാനില്ല. ആ പട്ടാളക്കാരനെ മോളെയും കൂട്ടി ആ കുരുത്തം കെട്ടവൻ മുങ്ങിയത്. ഇനി എന്തെല്ലാം സംഭവിക്കൂ എന്റെ ഈശ്വരാ. ബാ ബാ ബാ. എടാ വഞ്ചക, നിന്നെ കൊല്ലുവിടാ. അയ്യോ വെക്കിന് വേണ്ടി പൊട്ടിയ പ്രശ്നം വെക്കുവിടാ, വെക്കരുത്. വെക്കുവിടാ. വെക്കരുതെന്ന്. അച്ഛാ വെടി വെക്കല്ലേ, എന്റെ കുഞ്ഞിന് അച്ഛനില്ലാതാവും. ചതിച്ചല്ലോടാ മഹാഭാവി. എന്നാൽ എന്നോട് ഈ കൊലച്ചറി നീ ചെയ്തല്ലോടാ. കൂൾ ഡൗൺ അമ്മാവ, കൂൾ ഡൗൺ. വിഷമിക്കരുത്. കഴിഞ്ഞതെല്ലാം ഒരു മെഗാ സീരിയൽ എന്ന് കരുതി അമ്മാവ എല്ലാം മറക്കണം. ഇത് പുതിയൊരു എപ്പിസോഡ് എന്ന് കരുതിയാ മതി. ഗോപാല, മോനെ ഗോപാല, അല്ല ഞങ്ങളെ വിട്ടേച്ച് നീ എവിടെയാടാ പോയത്? തോക്ക് മാറ്റി. എന്റെ വീട്ടുകാരാണ്. മോനെ ഞങ്ങളോട് ഈ ചതി വേണ്ടായിരുന്നു. എന്റെ പൊന്നമ്മേ, ഞാൻ ആരോടൊരു തെറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് ലോട്ടറി അടിച്ചു, അത് സത്യമാണ്. എനിക്ക് കിട്ടിയ ബമ്പറാണ് അമ്മേ ഇവള്. na 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 na